അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ ദേഹത്ത് കയറിയിട്ട് ഇവരെ കൊണ്ട് ആത്മഹത്യ പ്രേരണ ചെയ്യും. അങ്ങനെ 2, 4, 5 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചവരെ നമ്മളെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആത്മാക്കളെ ചില ദുർമാന്ത്രിയന്മാര് അവര് കൺട്രോളിലാക്കി വെക്കും. ബാധയുടെ കാര്യവും ഇങ്ങനെയാണോ? ചെയ്യുന്നവരും 100%. ഈ ചെയ്യുന്നവര് ബാധ എന്നല്ല. ബാധ എന്ന് പറഞ്ഞാൽ അത് നശിച്ച സാധനമാണല്ലോ. അല്ല, ഇത് ചെയ്യുന്ന ആൾക്കാർ. ബാധ എന്ന് പറയുന്നത് നമ്മളെ ഒരു ദുരാത്മാവാണ്. അതിന് മോശം കിട്ടാതെ കിടക്കുന്ന സാധനമാണ്. ഞാൻ ആത്മാവ് ഇന്നാരാണ്, ഞാൻ ഇന്നാരെന്ന് പറയും. ചിലത് കള്ളം പറയും. ചില ആത്മാവ് കള്ളം പറയും. ആത്മാവ് കള്ളം പറയും. ചില ആത്മാവിനെ പിടിക്കാന്ന് വെച്ചാൽ ഇത് മുങ്ങിക്കളയും. അപ്പൊ ആത്മാവ് മുങ്ങുമെന്ന് നമുക്ക് കണ്ടാൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ ആത്മാവിനെ കെട്ടും. കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ മുടി. സ്ത്രീകളാണെങ്കിൽ മുടിയാണ്. ചില ആത്മാക്കള് ഈ സ്ത്രീകളെയൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ എത്രയോ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാണ്. അപ്പോ ഇപ്പൊ സാധാരണ ഒരു മനുഷ്യന്റെ അവർക്ക് ഇത് ഇരുട്ടത്താണല്ലോ. അവർക്ക് പിന്നെ അനങ്ങാൻ പറ്റൂല. ഇവർ ഈ ശവം പോലെ കിടക്കാനേ പറ്റുള്ളൂ. പക്ഷെ അവർക്കിത് ഫീൽ ചെയ്യും. ഇപ്പൊ ഒരാളുടെ ശരീരത്തിൽ ആത്മാവ് കയറുകയാണെങ്കിൽ എന്റെ ശരീരത്തിൽ ആത്മാവ് കയറിയിട്ടുണ്ട് എന്ന് ആൾക്ക് ബോധ്യം ഉണ്ടാവുമോ? ആൾക്ക് ചിലപ്പോ ബോധ്യം ഉണ്ടാവാം. ചിലപ്പോ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ബോധ്യം വരും. പിന്നെ നിങ്ങളല്ല, പിന്നെ നിങ്ങൾ മൊത്തത്തിൽ മാറും. പിന്നെ ചെയ്യുന്നതെല്ലാം ഓപ്പോസിറ്റ് ആവും. നിങ്ങളെ പ്രവൃത്തികളെല്ലാം മാറും. ചിലപ്പോൾ ഈ പ്രാതബാധകൾ ബാധിക്കുന്ന അല്ലെങ്കിൽ ആത്മാക്കള് ശരീരത്തിലേക്ക് കയറുന്ന ഒരു ആള് അവര് പൊതുവ്യാധികളിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ചിരിച്ച് സന്തോഷത്തിരിക്കുന്നിടത്തൊന്നും ഇരിക്കില്ല. അവര് പതുക്കെ അവിടുന്ന് വലിയും. നമ്മളിപ്പോൾ 3 പേര് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കാൻ ഇവർ അവിടുന്ന് പതുക്കെ അങ്ങ് എസ്കേപ്പ് ആവും. എന്നിട്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കും. കംപ്ലീറ്റ് നെഗറ്റിവിറ്റി ആവും. പിന്നെ ഇവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ ഒരാൾ പറയണം. പിന്നെ ഇവരുടെയൊക്കെ വൈരാഗ്യവും പകയും ഒക്കെ വരും. അങ്ങനെ യഥം കിട്ടിയ ഉപദ്രവിക്കും. ചില ആത്മാക്കള് ശരീരത്തിൽ കയറിയിട്ട് അവരെ തന്നെ അവരില്ലാതെയാക്കും. ഇപ്പൊ ഈ ഒരാത്മാവ് നമ്മളെ ശരീരം കയറി. ഈ ആളിനെ ഇഷ്ടപ്പെട്ടു ആത്മാവിന്. അപ്പൊ ഇവരെ കൂടി കൊണ്ടുപോകണം കൂട്ടിന്. ഞാൻ പറയണത് നമുക്കൊരു കമ്പനിക്ക് ഒരാൾ വേണം. അപ്പൊ എന്ത് ചെയ്യും? അവരും വിചാരിക്കും എനിക്ക് കൂട്ടിന് ആൾ വേണമെന്ന്, നമുക്കൊരു കമ്പനി ഗ്രൂപ്പ് വേണമെന്ന്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ ദേഹത്ത് കയറിയിട്ട് ഇവരെ കൊണ്ട് ആത്മഹത്യ പ്രേരണ ചെയ്യും. അങ്ങനെ 2, 4, 5 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചവരെ നമ്മളെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കുമ്പോഴാണ് അറിയണം അവരല്ല ചെയ്യണത്. കുട്ടി ചോദിക്കണം, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യൂല. അപ്പോൾ എപ്പോഴും ഒറ്റപ്പെട്ട് കിട്ടിയോ അപ്പോഴും മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഒരു വ്യക്തി ഇപ്പോ എന്തെങ്കിലും ദുർബലതയുള്ള ആൾക്കാരിലാണോ ഇങ്ങനെ ആത്മാക്കൾ കയറുന്നത്? അങ്ങനെ ഞാൻ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നതിൽ തന്നെ പോവേണ്ടി വരും. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജി, അതാണ് ഓറ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പോസിറ്റീവ് ഓറയുള്ള ഒരാളിൻ്റെ ദേഹത്തേക്ക് ഇതൊന്നും പെട്ടെന്ന് കയറാൻ പറ്റൂല. നമുക്ക് നെഗറ്റീവ് ഓറ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓടിക്കയറുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ. നല്ല പ്രകാശം ഉള്ള സ്ഥലത്ത് കള്ളം വന്ന് ഒളിച്ചിരിക്കൂല. ഇരിക്കുമോ? കള്ളനെ കണ്ടുപിടിക്കും. അപ്പൊ കള്ള എവിടെയാണ് ഒളിച്ചിരിക്കണേ? ഇരുട്ടത്താണ് പോയി ഒളിച്ചിരിക്കണേ. ഇരുട്ടോ ഏതെങ്കിലും മറയുള്ളിടത്തേ പോയി ഒളിച്ചിരിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളിലെ നെഗറ്റീവ് എനർജി ഉള്ള ചിലപ്പോൾ ഒരു വീട്ടിനകത്ത് ഉദാഹരണമായി ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ആ ഫീൽഡിൽ ഇരിക്കുന്നതുകൊണ്ട് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നതും നെഗറ്റീവ് എനർജിയാണ്. അതായത് ആത്മാക്കൾ തന്നെയാണ്. ഈ ആത്മാക്കളെ ചില ദുർമാന്ത്രിയന്മാര് അവര് കൺട്രോളിലാക്കി വെക്കും അവരെ മന്ത്രശക്തിയാൽ. എന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ, ഒരു ഗുണ്ടായുസത്തിന് വേണ്ടി കുറെ ആളുകളെ നമ്മളെ ഗുണ്ടത്തിക്ക് വെച്ചിട്ട് ഗുണ്ട പോകൂല, മെയിൻ ആള് പോകൂല, മറ്റവരെ പറഞ്ഞു വിടും. എന്നിട്ട് പിരിച്ചോണ്ട് വന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ നിന്ന് ഇരിക്കും. എന്നിട്ട് അവൻ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ അവൻ വായിച്ച് ആഹാരം കഴിച്ച് സുഖമായിട്ടിരിക്കും എന്ന് പറയും പോലെ ചില ദുർമാന്ത്രിയന്മാര് ചില ആത്മാക്കളെ, അതായത് ബാധ എന്ന് പറയണേ, മനസ്സിലായില്ലേ? ഈ നെഗറ്റീവ് എനർജി വെച്ച് ഇത് ഇപ്പം ഒരാളുടെ വൈരാഗ്യം തോന്നി, മാഡത്തിൻ്റെ എനിക്ക് വൈരാഗ്യം തോന്നി, കിട്ടും ഒരു പണി കൊടുക്കണം. നേരിട്ട് പണി കൊടുക്കാൻ പോയാൽ എനിക്കും പണി കിട്ടും. മനസ്സിലായില്ല? നേരിട്ട് പണി കിട്ടിയപ്പോൾ എനിക്ക് പണി കിട്ടൂലേ? അപ്പം എനിക്ക് പണി കിട്ടാതെ ഞാനെന്നറിയാതെ ഇവർക്ക് പണി കൊടുക്കണം. അപ്പം അതിനു വേണ്ടി ഏതെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്യുന്നവരെ സമീപിച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവരെ നാളും പേരോ മറ്റതോ മറിച്ചതോ ഒക്കെ കൊണ്ടുകൊടുക്കും. അപ്പോൾ ഈ കൊണ്ടുകൊടുക്കുന്നത് വെച്ചിട്ട് ഇവർ ദുഷ്ടപ്രയോഗം ചെയ്തിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്തോ ഇവരുമായിട്ട് ബന്ധമുള്ളിടത്തോ കൊണ്ട് നിയോഗിക്കും.
അവര് ഈ ആത്മാക്കളെ ഒരു സ്ഥലത്തേക്ക് നിയോഗിക്കുകയാണ്, പോസ്റ്റ് ചെയ്യാണ്. അപ്പൊ അവരൊക്കെ അറിയണ്ടേ ഇത് എവിടെയാണെന്ന് അറിഞ്ഞൂടല്ലോ, ആത്മാവിനെ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ അതിനാണ് ചില സാധനങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കും. ചിലര് മുട്ട, അല്ലെങ്കിൽ തകിട്, അല്ലെങ്കിൽ നാരങ്ങ, അല്ലെങ്കിൽ കടുക്, ഭസ്മം, പൈസ, ഇങ്ങനെ എന്തെങ്കിലും സാധനത്തിൽ ഇട്ടിട്ട് ആ സ്ഥലത്തേക്ക് കൊണ്ട് നിയോഗിക്കും. അപ്പോൾ അവിടെ കയറി, ഇപ്പോൾ ഇവിടെ കൊണ്ടിട്ട് ഇവിടെ കയറി, ഇവിടെ കയറിയിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്, ഒരു കുടുംബം. ഗ്രഹനാഥൻ കാണും, ഗ്രഹനാഥ കാണും, പിള്ളേർ കാണും, ചിലപ്പോൾ മുത്തച്ഛനോ മുത്തശ്ശിയൊക്കെ കാണും. അപ്പോൾ ഇത് കയറിയിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ആർക്കാണോ അവിടെ പോസിറ്റീവ് എനർജി കുറവുള്ളത്, ഓറയുടെ ശക്തി ഇല്ലാത്തവർ അവരിലേക്ക് കയറും. ചിലപ്പം ഈ ദോഷം ചെയ്യണത് എനിക്കായിരിക്കും, എനിക്ക് പോസിറ്റീവ് ഓറ ഉള്ളത് കൊണ്ട് എൻ്റെ മക്കളെയോ എൻ്റെ ഭാര്യയായിരിക്കും പിടിക്കണേ. ഈ പോസിറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച്? നമുക്ക് നെഗറ്റീവ്, നമുക്ക് ഓറ ഉണ്ടല്ലോ, ഒന്നും ഇല്ലാത്തതല്ലല്ലോ, നമുക്കുണ്ട്. അത് പ്രകാശിക്കാതിരിക്കുന്നതിനാണ് ഞാൻ പറഞ്ഞ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞത്. പ്രകാശിക്കാതിരിക്കാനെ പ്രകാശിപ്പിക്കാനുള്ള എല്ലാ വഴികളും ഉണ്ട്. അതിനാണല്ലോ പ്രതിവിധി എന്ന് പറയണേ. നമുക്ക് പ്രകാശിപ്പിച്ചെടുത്താൽ നമുക്ക് ഓറ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണല്ലോ നമ്മളിത് അറിയുന്നതിൻ്റെ രഹസ്യം. നമുക്കൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു, എനിക്ക് അസുഖം ഉണ്ടെന്ന്, എനിക്ക് രോഗം ഉണ്ടെന്ന് അറിഞ്ഞു, പിന്നെ എന്ത് ചെയ്യും? നമ്മൾ മെഡിസിൻ കഴിക്കും. ആ രോഗത്തിനെ ഇല്ലാതൊക്കെ നമ്മൾ മെഡിസിൻ കഴിക്കൂലേ? അതേ സിസ്റ്റം തന്നെയാണ്, നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഡെവലപ്മെന്റ് ഇല്ലാത്തടത്താണ് ഇതുപോലെ നെഗറ്റീവ് എനർജികൾ കയറണേ. പിന്നെ ഇതുപോലെ ഏതെങ്കിലും വീടുകളിലോ, ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലങ്ങളിലോ സ്ഥലബാധ, വീട്ടിലെ ബാധ, അവിടെ ആദിവാസ കേന്ദ്രമാണ്, അവരുടെ സ്ഥലമാണ്, അവരവിടെ വസിക്കുകയാണ്. പിന്നെ അവിടെ ആർക്കും ഒരുമാതിരിപ്പെട്ടവരെ കയറാൻ സംഭവിക്കും. അങ്ങനെയാണ് കയറുന്നവരെയൊക്കെ അവർ ഉപദ്രവിക്കും, അവിടെ താമസിക്കാൻ പറ്റൂല, മാക്സിമം അവർ ഓട്ടിക്കാൻ നോക്കും. ഇതുപോലെ നേരത്തെ ബാധയുടെ കാര്യം പറഞ്ഞല്ലോ, തകിടിടുക ഇങ്ങനെ സംഭവങ്ങള്. കുറച്ചു ദിവസം മുമ്പ് കാന്തല്ലൂർ സ്വാമിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആഭിചാരം ഒരാളുടെ മേത്ത് ആഭിചാരം ചെയ്തു, അയാളും നശിക്കും, ഈ കുടുംബവും നശിക്കും എന്നുള്ളത്. അപ്പൊ ഈ ബാധയുടെ കാര്യവും ഇങ്ങനെയാണോ? ചെയ്യുന്നവരും നശിക്കും? 100%. ഈ ചെയ്യുന്നവര് ബാധ എന്നല്ല, ബാധ എന്ന് പറഞ്ഞാൽ അത് നശിച്ച സാധനമാണല്ലോ. അല്ല, ഇത് ചെയ്യുന്ന ആൾക്കാർ, ബാധ എന്ന് പറയുന്നത് നമ്മളെ ഒരു ദുരാത്മാവാണ്. അതിന് മോക്ഷം കിട്ടാതെ കിടക്കുന്ന സാധനമാണ്. മോക്ഷം കിട്ടിയെങ്കിൽ അത് പോവില്ലേ, അത് ദുർബാധ ആവൂലല്ലോ. അത് അല്ലെങ്കിൽ അത് പ്രേതാത്മാവായി നമ്മൾ എത്തേണ്ട അടുത്ത് എത്തുമല്ലോ. എത്താതെ കിടക്കുന്നതാണല്ലോ പ്രേതം. അപ്പൊ ഈ ആത്മാവിനെ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാണ്, മേഡം ഒരു കത്തിയെടുത്ത് എന്നെ കുത്തി, ഞാൻ ചത്തു. ഞാൻ കത്തിയെടുത്ത് വാക്കില്ലാതെ കുത്തു കെട്ടി ഞാൻ പോയി. അപ്പോ ഞാൻ ചത്തു, മേഡത്തിനെ വെറുതെ വിടുവോ? ഇല്ലല്ലോ. അടുത്ത ചോദ്യമായിരുന്നു, ഒരു കൊലപാതകം ഞാനും ചത്തു, ഈ പോയവര് ജയിലിലും ആവും. രണ്ടുപേർക്കും പണി കിട്ടി, രണ്ടുപേരെ കുടുംബവും നശിച്ചു. എന്റെ കുടുംബം നശിച്ചു, ഈ കുത്തിയോന്റെ കുടുംബം നശിച്ചു. ജയിലിൽ പോയില്ലെങ്കിൽ ഈ ആത്മാവ് തിരിച്ചു 100%. ജയിലിൽ പോയോ പോയില്ലേ എന്നുള്ളിടത്തല്ല, ഈ ആത്മാവിന് പകയുണ്ട്. അതിലേക്ക് നമ്മൾ വരുമ്പോ ആത്മാവിന് പകയുണ്ട്. അത് ആര് വേദനിപ്പിച്ച് വിട്ടിട്ടുണ്ടോ അത് പക തീർക്കാതെ ആത്മാവ് പോവില്ല. അത് കുടുംബത്തിൽ നിന്നായാലും പോവില്ല, വേറെ രീതിയിലായാലും പോവില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കണമെന്ന് വെച്ചാൽ രാഷ്ട്രീയം എടുക്കാം. രാഷ്ട്രീയത്തില് ആണല്ലോ ഏറ്റവും കൂടുതൽ പാര വയ്ക്കുന്നത്, കുതികാല് വെട്ട് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കുതികാല് വെട്ടുള്ളത് രാഷ്ട്രീയത്തിലാണ്. ആർക്കും ആരുടെയും സ്നേഹമില്ല, സ്വന്തം നിലനിൽപ്പ്. അപ്പൊ കണ്ടവനെ അച്ചാന്ന് വിളിച്ച്, അല്ലെങ്കിൽ അപ്പം കൊടുക്കുന്നവനെ അച്ചാന്ന് വിളിക്കുന്ന ഒരിതാണ്. എന്താണ് ഒരു സീറ്റോ അപ്പം കൊടുക്കുന്ന എന്തെങ്കിലും കൊടുക്കുന്ന സ്ഥാനമാനത്തിന് വേണ്ടി ഇന്നു വരെ നിന്നവരെയും മറന്നു കളയും. ഇതാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തില് നമ്മൾ ആരെങ്കിലും നമ്മളെ പൊക്കിക്കൊണ്ടുവന്നവർ കാണൂലേ? നമുക്കൊരു, അല്ലെങ്കിൽ നമ്മളെ അച്ഛൻ മറ്റേ മുഖ്യമന്ത്രി ആയിരുന്ന, അല്ലെങ്കിൽ അമ്മ മറ്റായിരുന്നു, അതിന്റെ പുറത്ത് പറഞ്ഞവരുണ്ട്. അതായത് മറ്റേ നൂലിൽ കോർത്തിറക്കിയവര്. അല്ലാത്തവരെല്ലാം കൊടി പിടിച്ച് താഴെ നിന്ന് കഷ്ടപ്പെട്ട് അടിയും കൊണ്ട് വന്നവർ തന്നെയാണ്. ഇതില് ചിലര് പ്രൊമോട്ട് ചെയ്യും, ഗോഡ് ഫാദർ കാണും. ഈ ഗോഡ് ഫാദറിനെ അവസാനം അവന്റെ കാല് വാരും. യവൻ കയറി വന്നിട്ടേ അവര് വിടുവോ? ഈ ആത്മാക്കൾ അലഞ്ഞു നടക്കും, ആത്മാക്കൾ പോവില്ല. അവര് നിൽക്കുന്ന എവിടെയാണ്? ഈ രാഷ്ട്രീയക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് വരും. നമുക്ക് ഉദാഹരണം തന്നെ ഞാൻ ഇപ്പൊ പറയാൻ പാടില്ല. നമുക്ക് ഉമ്മൻചാണ്ടി സാറ്
ചോദിക്കാൻ പാടുണ്ടോ എന്നറിയാത്തോണ്ട് ഞാൻ പറയാം, ഉമ്മൻചാണ്ടി സാർ. ഞാൻ അദ്ദേഹം മരിച്ചുപോയി, എനിക്ക് വീടുമായിട്ട് ബന്ധമുണ്ട്, മോനുമായിട്ട് നല്ല ബന്ധമുണ്ട്, നല്ല ആളായിരുന്നു. എൻ്റെ കൺസെപ്റ്റിൽ, എൻ്റെ ഇതുവരെ ഉള്ളതിൽ നല്ല ഓറയുള്ള നല്ല മനസ്സുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറത്ത് വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അദ്ദേഹം അത്ര വേദനിച്ച് ആണ് അദ്ദേഹം പോയത്. ഈ വേദന അദ്ദേഹത്തിൻ്റെ ആത്മാവ് വിടൂല, വേദനിപ്പിച്ചവരെ വിടൂല. ആരെ അതൊക്കെ സ്ഥാനങ്ങളിലിരുന്നാലും നാളെ അവനും ഈ അവസ്ഥ ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ ഈ ആത്മാവ്. അതുപോലെ എത്ര പേരെ, കരുണാകരൻ സാറിനെ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ വളർത്തിയ ആള്. ആശ്രിത വത്സലനാണ്, മനസ്സിലല്ലേ? ആശ്രിത വത്സലനാണ്. അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിപ്പോയാൽ അവനും എന്തും ചെയ്തു കളയും. അത്ര ഒരു ഉള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അവസാനമായിട്ട് പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കി. അദ്ദേഹത്തിന് എന്തുമാത്രം വേദനിപ്പിച്ചു. ആ വേദനിപ്പിച്ച ആ ആത്മാവ് വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടാ? അപ്പൊ പക, ഞാൻ രാഷ്ട്രീയം ഇങ്ങനെ എടുത്ത് പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മൾ മറ്റൊരു മേഖല ഇതുപോലെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ കുടുംബത്തിനകത്തായാലും കുടുംബത്തിലുള്ളവരെ പരസ്പരം പിടിച്ചുപറി, സഹോദരങ്ങൾ കൊടുക്കാതെ അടുത്ത സഹോദരൻ വെട്ടിപ്പിടിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പം അച്ഛനും അമ്മയിലും മക്കൾ, അച്ഛനും അമ്മയും പോകുമ്പം അച്ഛനും മറ്റു മക്കൾക്ക് എല്ലാം കിട്ടേണ്ടതിനെ കൊടുക്കാതെ, കൈബലവളവും കാര്യക്കാരൻ എന്ന് പറയും പോലെ സ്വാധീനവും അധികാരവും ഒക്കെ വെച്ചിട്ട് കൊടുക്കാതിരിക്കുന്നവരുണ്ട്. എന്തെല്ലാം രീതിയിൽ ഈ ആത്മാക്കളൊന്നും വിടൂല. ആത്മാക്കൾക്ക് പകയുണ്ട്. ശരീരമില്ലാത്തതുകൊണ്ട് ആ പക അവർ വെയിറ്റ് ചെയ്യും. നമുക്കിപ്പം പകയുണ്ടെങ്കിൽ നമുക്ക് പോയി അടിക്കാം, തെറി വിളിക്കാം, എന്തെങ്കിലും ചെയ്ത് അപ്പോഴങ്ങ് തീർക്കാം, അപ്പോഴൊക്കെ പ്രതികരിച്ചിട്ട് തീർക്കാം. ഇവർക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇവർ വെയിറ്റ് ചെയ്യും. ഇവര് ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ അവര് വെറുതെ ഇരിക്കില്ല. അവര് ആരിലെങ്കിലും കൂടെ ഓപ്പറേറ്റ് ചെയ്യും. ആരെങ്കിലും ദേഹത്ത് കയറിയിട്ട് അവരെ കൊണ്ട് ഇവരൊക്കെ പണി പഠിപ്പിക്കും. ഇങ്ങനെ ഒരാളുടെ ശരീരത്തിൽ ആത്മാവ് കയറിയാൽ അതെങ്ങനെ തനിയെ പോകുമോ? ചില ആത്മാക്കള്, ഇപ്പൊ ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചില ആത്മാക്കൾ അതിന്റെ ദൗത്യം നിറവേറ്റിയാൽ അവരെ പക തീർന്നു, അവര് പോകും, അവരെ ജോലി തീർന്ന് പോകും. ചില ആത്മാക്കൾ പക തീരൂല, അവര് ഒരു തലമുറയായി ഇല്ലാതാക്കിയിട്ടേ പോവുള്ളൂ. ഈ ചെയ്തവനും വിടൂല, അവന്റെ മക്കളെയും വിടൂല, അവന്റെ കൊച്ചുമക്കളെയും വിടൂല. ഇങ്ങനെ തലമുറക്ക് നാശം വരുത്തുന്ന ആത്മാക്കളുണ്ട്. അപ്പൊ ആത്മാക്കൾ പല രീതിയിലാണ്. ചിലത് ഞാൻ പറഞ്ഞ പോലെ പക വീട്ടി, എന്നെ അവൻ നശിപ്പിച്ചു, അവനെ നശിപ്പിച്ചിട്ട് പോകും, കൊന്നിട്ട് പോകും. അത് സ്ത്രീയും ചെയ്യും, പുരുഷനും ചെയ്യും. ഈ ആത്മാക്കളെയാണ് നമുക്ക് പേടിക്കേണ്ടത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കൊച്ചിലെ ഈ ആത്മാക്കളോട് ചോദിച്ചിട്ട്, നമുക്കിതുപോലെ ആരെയും കൊല്ലാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, എന്നെ കൊന്നവനെ കൊല്ലണം, അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തേക്കാൻ നമുക്ക് പറ്റൂല. പക്ഷേ അല്ലാതെ ഏതെങ്കിലും കാരണത്താൽ പോകാൻ പറ്റാതിരിക്കുന്നവർക്ക് എന്തെങ്കിലും കർമ്മം ചെയ്തോ, എന്തെങ്കിലും പൂജാതി കർമ്മങ്ങൾ അവർക്ക് ചെയ്തോ, ആത്മാവിനെ ശാന്തിപ്പെടുത്താനുള്ള ശാന്തി കർമ്മങ്ങൾ ചെയ്തോ, അഗ്നി ശുദ്ധി വരുത്തി വിടുകയോ ഒക്കെ ചെയ്ത് നമുക്ക് ആത്മാവിനെ മാറ്റിവിടാം. ഇത്തരത്തിൽ ആത്മാക്കളോട് സംസാരിക്കാൻ വേണ്ടി ഓജോ ബോർഡ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഓജോ ബോർഡ് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പല ഇതിലും ആ ആളുടെ ദേഹത്ത്, ഇപ്പം ഇവിടെ ഒരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവിനെ നിങ്ങളുടെ ദേഹത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. അപ്പോൾ ആ ആത്മാവ് അവരിലൂടെ സംസാരിക്കും. അതിനെയാണ് നമ്മൾ ഇറക്കി വിടാനും അറിയോ? അതിനെ തിരിച്ചെടുക്കുമല്ലോ നമ്മൾ അതിനെ തിരിച്ചു പിടിച്ചല്ലേ അതിൻ്റെ കൂടി ചോദിക്കും, എന്താണ് നീ, എന്തിനാണ് ഇവിടെ നിന്ന് ഇത്രയും പേരെ ഉപദ്രവിക്കുന്നത്, എന്തിനാണ് ഈ വീട്ടിൽ നിന്നിട്ട് ഇത്രയും ദുരിതം ഉണ്ടാക്കണേ, എന്താണ് നിന്റെ ഉദ്ദേശ ലക്ഷ്യം? അത് ഞാൻ പോവില്ല, ഞാൻ അതാണ്, ഞാൻ ആ ആത്മാവ് ഇന്നാരാണ്, ഞാൻ ഇന്നാരെന്ന് പറയും. ചിലത് കള്ളം പറയും, ചില ആത്മാവ് കള്ളം പറയും. അപ്പോൾ ചില ആത്മാക്കൾ പറയും, ഞാൻ ഏതെങ്കിലും ആളുകളെ, വലിയ ആളുകളെ പേരൊക്കെ പറഞ്ഞാളെ ആദ്യം. അങ്ങനെ പറഞ്ഞൊരു കള്ളം പറഞ്ഞ എത്ര പേര് കള്ളം പറഞ്ഞു. ഒരിക്കൽ ഒരു ആത്മാവിനെ നമ്മൾ പിടിക്കുകയാണ്. ഒരു സ്ത്രീയുടെ ദേഹത്ത് ഒരു ആത്മാവ് വന്നു. അപ്പൊ നമ്മൾ ശക്തമായി ഈ ആത്മാവിനെ പിടിക്കാനായിട്ട്, ചില ആത്മാവിനെ പിടിക്കാന്ന് വെച്ചാൽ ഇത് മുങ്ങിക്കളയും. അപ്പൊ ആത്മാവ് മുങ്ങുമെന്ന് നമുക്ക് കണ്ടാൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ ആത്മാവിനെ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ മുടി, സ്ത്രീകളാണെങ്കിൽ മുടിയാണ് കെട്ടാനായിട്ട് ഏറ്റവും എളുപ്പമാർഗം. ഈ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ആ മുടിയിൽ തന്നെ മറ്റേ കാഞ്ഞിരം പാവയെ, ഈ പാവയിലേക്ക് മുടി വെച്ചിട്ട് ആണി വെച്ച് തറയ്ക്കും. അപ്പോൾ പോകാൻ പറ്റില്ല. ഈ ആണിയും പാവയൊക്കെ ഇവിടെ ഇരിക്കുകയാണ്, ഇതിൽ കെട്ടി നൂല് വെച്ച്, അല്ലെങ്കിൽ നൂല് മുടിയിൽ കെട്ടിയിട്ട് ആ നൂലിനെ ഇതിൽ ചെറ്റി കെട്ടും. അല്ലെങ്കിൽ മന്ത്രം ജപിച്ച് ഇവരെ നൂല് കെട്ടി ഇരുത്തും, വെളിയിൽ പോവാതെ, ആത്മാവ് പോവാതെ. ഇങ്ങനെ ഒരുപാട് മാന്ത്രികത്തിൽ വഴികളുണ്ട്. ഇരുത്തിയിട്ട് ഇവർ ചോദിക്കുമ്പോൾ
ഇവർ പറയും ഞാൻ കരിങ്കാളിയാണ് എന്നുവെച്ചോ ഈ ദേവതാ രൂപത്തിൽ ആരാധിക്കുന്ന മൂർത്തിയാണ്. അത് നെഗറ്റീവ് ശക്തികളിൽ ടോപ്പാണ്. അല്ലെങ്കിൽ ഞാൻ യക്ഷിയമ്മയാണ് എന്നൊക്കെ പറഞ്ഞു ഇവരങ്ങ് നിൽക്കും. അപ്പൊ നമ്മളും പേടിച്ചു പോകും. ഇവരെ കയറി പിടിച്ചാൽ നമുക്കൂടി പണി കിട്ടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, രാശി വെച്ച് നോക്കും, ഈ കബഡി വെച്ച് നോക്കും. ഇവള് പറഞ്ഞ ഉള്ളതാണ്. നോക്കുമ്പോ ഇതൊന്നും അല്ല, ലോക്കൽ പ്രേതം വന്നിട്ട് ഞാൻ മറ്റേ ഇന്നാരാളെന്ന് പറഞ്ഞു കളയും. മനസ്സിലായില്ലേ സംഭവം? ഞാൻ പിണറായിയിലെ ആളാണ്, എന്നെ തൊട്ടാ സഖാക്കന്മാർ നാളെ കയറി ഞെരുങ്ങും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിട്ടുകളയും പേടിച്ച്. സംഭവം ഒന്നുമല്ല, അവിടുത്തെ ഒരു യൂണിയൻകാരന്റെ അടുത്ത ആള്, ഏറ്റവും ചെറിയ ആള്. അപ്പൊ യവൻ കയറി വലിയ പേര് പറഞ്ഞ് നമ്മളെ വിരട്ടി കളയും എന്നുവെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി. എന്നെ പിടിച്ച അമ്മ വരും എന്നെ കൊണ്ടുപോകാൻ എന്നൊക്കെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് രാശി വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അപ്പൊ അവിടെയാണ് നമുക്ക് രാശിക്ക് പ്രാധാന്യം. ജോത്സ്യന്റെ ഇത് അവൾ പറഞ്ഞ ശരിയാണോ, ഈ സാധനമാണോ, ഇത് ഉണ്ടോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് രാശി വെച്ച് നോക്കുമ്പോൾ ഈ ഇരിക്കുന്ന സാധനം ഇവർ പറയണ സാധനമൊന്നുമല്ല. നമ്മൾ നിന്റെ കൈ ഇരിക്കട്ട് തറയ്ക്കാൻ പറയും. അപ്പോൾ പറയും ഞാൻ പറഞ്ഞതാണ്, ഞാൻ ആ ആളല്ല, ഞാൻ ഇന്നാരാണ്, ഞാൻ രക്ഷപ്പെടാൻ പറഞ്ഞതാണ്, ഞാൻ പൊക്കോളാം, എന്നെ ഉപദ്രവിക്കരുത്. കെട്ടിയിരുത്തിക്കാണ്, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, മുങ്ങാനുള്ള ഒരു വഴിയില്ല. അവസാനം നീ എന്തിനു വന്നു? അപ്പോൾ അവര് ചിലപ്പോൾ അവരെ ഇങ്ങോട്ട് നിയോഗിച്ച് വിട്ടതാണെങ്കിൽ നിയോഗിച്ച് വിട്ട ആളിൻ്റെ പേര് വരെ പറയും.